ഇപ്പോൾ വരുന്നൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വീടിന് മുന്നിലെ പ്രതിഷേധത്തിനിടെ CPM പ്രവർത്തകർ തകർത്ത ടാക്സിക്ക് ED നഷ്ടപരിഹാരം നൽകി. മുഴുവൻ നഷ്ടപരിഹാര തുകയും കൈമാറി. തിരുവനന്തപുരം സ്വദേശിയായ ടാക്സി ഡ്രൈവർക്കാണ് പണം കൈമാറിയത്. പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു അക്രമ സംഭവത്തിൽ തകർന്ന ഒരു വാഹനത്തിന് ഒരു ഏജൻസി നഷ്ടപരിഹാരം നൽകുന്നത്. അത് ED ആണ് നൽകിയിട്ടുള്ളത് എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായ കാര്യം. ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവം തന്നെ കേരളത്തിൽ ഇതാദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ഉണ്ടായത്. ആ സംഭവത്തിൽ അന്ന് ഈ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച തിരുവനന്തപുരത്തെ ടാക്സിയിലായിരുന്നു ഉദ്യോഗസ്ഥർ റെയ്ഡിനായി ഈ പിണറായി വിജയന്റെ വീട്ടിലേക്ക് പോയത്. ആ പോയ കാറിൽ മടങ്ങി വരുന്ന വഴിയിലാണ് ഒരു കാർ നിശേഷം പൂർണ്ണമായും തകർക്കുകയും മറ്റു 2 കാറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു കാറിന് ഏതാണ്ട് 1.25 ലക്ഷത്തിലധികം രൂപയാണ് നഷ്ടമായി വന്നിട്ടുള്ളത്. ആ നഷ്ടപരിഹാരം നൽകാൻ ആദ്യം CPM തങ്ങൾ ഈ നഷ്ടപരിഹാരം, അതായത് CPM വലിയ തോതിൽ അതിൽ പ്രതിക്കൂട്ടിലായി പോയിരുന്നു. അപ്പോഴാണ് CPM ജില്ലാ നേതൃത്വം പറഞ്ഞത് ആ ടാക്സി ഡ്രൈവർക്കുണ്ടായ നഷ്ടം, കാരണം അദ്ദേഹം ഒരു തൊഴിലിന്റെ ഭാഗമായി ED ഉദ്യോഗസ്ഥർക്കൊപ്പം പോയതാണ്. അത്തരമൊരു വാഹനം നിശേഷം അടിച്ചു തകർത്തു. അയാളുടെ ഉപജീവനം പോലും പ്രതിസന്ധിയിലായപ്പോഴാണ് CPM അതിൽ പ്രതിക്കൂട്ടിലാവുകയും CPM ഈ നഷ്ടപരിഹാരം കൊടുക്കാം എന്ന് പറയുകയും ചെയ്തു. പക്ഷെ പിന്നീട് അത് അവർക്ക് തന്നെ കേസിൽ തിരിച്ചടിയാകും എന്ന ഒരു നിയമോപദേശം കൂടി കിട്ടിയതോടുകൂടി അവർ പിൻവാങ്ങി. തീർത്തും അത്തരത്തിൽ ഒറ്റപ്പെട്ടു പോവുകയായിരുന്നു ആ ഡ്രൈവർമാർ. പക്ഷേ ആ ഡ്രൈവർമാർക്കാണ് ഇപ്പോൾ ED അവരുടെ ബിൽ തുക എത്രയാണോ ഈ കാറിന്റെ അറ്റകുറ്റപ്പണിക്കായി ചെലവാകുന്നത് ആ മുഴുവൻ തുകയും ആ കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തി ഈ ടാക്സി ഉടമകൾക്ക് കൈമാറി കഴിഞ്ഞിരിക്കുന്നത്.